Assalamu alaikum. Today we are going to discuss the chapter number 6 of the first part, that is the crisis of democratic order. ആറാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ 9 ചാപ്റ്റർ ഉണ്ടല്ലേ, അതിൽ ആറാമത്തെ ചാപ്റ്ററാണ്. 3 ചാപ്റ്ററും കൂടെ അവിടെ ബാക്കിയുണ്ട്. പിന്നെ സെക്കൻഡ് പാർട്ട് നമുക്ക് തുടങ്ങാനുമുണ്ട്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എമർജൻസി, അതായത് അടിയന്തരാവസ്ഥ കുറിച്ചിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ പറയുന്നത് കാരണം ഇതുവരെ നമ്മൾ പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ശേഷം ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്ററായ സമയത്തും ആ സന്ദർഭങ്ങളിൽ ഉണ്ടായ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ ഒരു ഘട്ടത്തിൽ പരാജയവും പിന്നെ തിളക്കമുള്ള ഒരു വിജയമൊക്കെ കടന്നുപോയി. അപ്പോൾ അതിനൊക്കെ ശേഷം എങ്കിൽ കൂടിയിട്ടും പിന്നെയും രാജ്യത്ത് എന്തിനൊരു ജനാധിപത്യ സ്വഭാവത്തിന് ഒരു കോട്ടം തട്ടുന്ന രൂപത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചു. അതിലൊന്നാണ് പറയുന്നത് എമർജൻസി, അതായത് അടിയന്തരാവസ്ഥ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉണ്ടായതാണ്. അപ്പോൾ ഈ എമർജൻസിക്ക് കാരണമായ സിറ്റുവേഷൻസ് എന്തൊക്കെയായിരുന്നു, എന്താണ് എമർജൻസി, യഥാർത്ഥത്തിൽ എമർജൻസി ഏത് കാര്യത്തിലേക്കാണ്, അല്ലെ എങ്ങനെയാണ് രാജ്യത്തെ മുന്നോട്ട് നയിച്ചത്, എമർജൻസിയുടെ കാലത്ത് ഇന്ത്യയിൽ നടന്ന വികാസങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ചാപ്റ്ററിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് ടു എമർജൻസി, അതായത് എമർജൻസിയുടെ ബാക്ക്ഗ്രൗണ്ട്, എമർജൻസിയിലേക്ക് വന്ന സിറ്റുവേഷൻ എന്തായിരുന്നു അന്നത്തെ ഇന്ത്യയിലെ അവസ്ഥ. Indian politics underwent very many critical changes after 1967. Indira Gandhi emerged as a towering leader with a tremendous popularity. നമ്മളൊക്കെ പറഞ്ഞതാണ്. This period witnessed a bitter party competition undergoing polarization. It became tough as soon as Indira Gandhi became the Prime Minister. It led to groupism and political polarization. അപ്പം അതായത് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്ന ആ സമയത്തൊക്കെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ എന്തുണ്ടായിരുന്നു, പാർട്ടിക്കുള്ളിൽ ഭയങ്കര മത്സരം ഉണ്ടായിരുന്നു അധികാരത്തിന് വേണ്ടിയിട്ടൊക്കെ. അപ്പം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ആ കോമ്പറ്റീഷൻ എന്തായി വളരെയധികം വർദ്ധിക്കുകയും ഗ്രൂപ്പിസൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങിയൊക്കെ ചെയ്തു. The relationship between the judiciary and the government became tense and bitter. അപ്പോൾ രണ്ടാമത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഈ എമർജൻസിയിലേക്ക് നയിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജുഡീഷ്യറിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്തായിരുന്നില്ല, അത്ര നല്ലതായിരുന്നില്ല, സുഖകരമായിട്ടുള്ളായിരുന്നില്ല. അതായത് നീതിന്യായ വ്യവസ്ഥ, അതായത് കോടതിയും ഗവൺമെൻറ്റും ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻ. The Supreme Court found many initiatives of the government violating the constitution. അങ്ങനെ പറയാൻ കാരണം അതായത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് അന്ന് നടപ്പാക്കിയിട്ടുള്ള പല പദ്ധതികളും ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. The Congress party took the stand that the court was against the principles of democracy and the supremacy of parliament. അപ്പോൾ തിരിച്ച് കോൺഗ്രസ് പാർട്ടി എന്താണ് ആരോപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി ജനാധിപത്യത്തിൻ്റെ പ്രിൻസിപ്പിൾസിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ പാർലമെൻ്ററിയുടെ അധികാരത്തിന് ഒരു തുരങ്കം വെക്കുന്നു സുപ്രീം കോടതി. അങ്ങനെയാണ് തിരിച്ച് കോൺഗ്രസ് പാർട്ടി വാദിച്ചത്. The ruling party said that the court had become a conservative institution, creating obstacles in the implementation of pro-poor programs. അതായത് റൂളിംഗ് പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഈ പുവർ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ അതായത് പാവപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ ദരിദ്രരായ ദലിത് ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു തടസ്സമായി വർത്തിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ആണെന്നാണ് പറയുന്നത്, കോൺഗ്രസ് പാർട്ടി പറയുന്നത്. അതേസമയം ഇത് നടപ്പാക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന പല തീരുമാനങ്ങളും ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്, ഭരണഘടനയെ വയലേറ്റ് ചെയ്യപ്പെടുന്നതാണെന്നാണ് കോർട്ട്
പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ക്രൈസിസ്, എമർജൻസിയിലേക്ക് നയിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇതാണ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫെൽറ്റ് ദാറ്റ് ദ ഗവൺമെൻറ്റൽ അതോറിറ്റി വാസ് എ ടേണിംഗ് ഇൻ ടു പേഴ്സണൽ അതോറിറ്റി. അവിടെ അതായത് ഗവൺമെൻറ്റൽ അതോറിറ്റി, ഗവൺമെൻറ്റിൻ്റെ ആധികാരികതയാ അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ അതോറിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ടേൺ ചെയ്യുന്നുണ്ട് എന്ന് ഒരു ഫീലിംഗ് ആ സമയത്ത് ഉണ്ടായി. ദ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് വൈഡൻ ദ ഗൾഫ് ബിറ്റ്വീൻ ദ ഇന്ദിരാഗാന്ധി ആൻഡ് ഹെർ ഒപ്പണൻസ്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ്, അതായത് ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്പ്ലിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ ഇത് കോൺഗ്രസ് ആർ, കോൺഗ്രസ് ഒ എന്നീ രണ്ട് ഗ്രൂപ്പുകളായി. ആ സ്പ്ലിറ്റ് എന്ത് ചെയ്ത് വൈഡൻ ദ ഗൾഫ്, ഗൾഫ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് എന്നർത്ഥം. വൈഡൻ ദ ഗൾഫ് ബിറ്റ്വീൻ ഇന്ദിരാഗാന്ധി ആൻഡ് ഹെർ ഒപ്പണൻസ്. ഇന്ദിരാഗാന്ധിയും അതിൻ്റെ ഒപ്പോസിഷനായിട്ടുള്ള പാർട്ടീസും തമ്മിലുള്ള ആ ഗ്യാപ്പ് എന്ത് ചെയ്തു, വളരെയധികം കൂട്ടി. എന്ത് ചെയ്ത് ഈ കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്പ്ലിറ്റ്, അതായത് അതുവരെ ചെറിയ വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ കൂടിയിട്ട് എന്ത് ചെയ്തു, ഈ സ്പ്ലിറ്റ് വന്നതോടുകൂടി ഗ്യാപ്പ് കൂടി. അപ്പം ഇതൊക്കെയാണ് എന്ത് ചെയ്ത് പതിയെ എന്തിലേക്ക് രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാനും തുടർന്നത് ഒരു അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കാനും കാരണമായത്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടി വായിക്കേണ്ട വേറൊരു വസ്തുതയുണ്ട്, അതായത് എക്കണോമിക് കോണ്ടസ്റ്റ്. ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തുണ്ടായ പല കാരണങ്ങളും ഇതിലേക്ക് നയിച്ചിട്ടുണ്ട്, ഈ അടിയന്തരാവസ്ഥയിലേക്ക്. ദാറ്റ് ഈസ് though the Congress in 1971 election had come out with a slogan "Garibi Hadao", very little was done to remove poverty. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1971 ഇന്ദിരാഗാന്ധി ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള വിക്ടറിയാണ് കാഴ്ചവെച്ചത്. അതിലവർ മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യമായിരുന്നു എന്ത്, ഗരീബി ഹട്ടാവോ. ഈ ഗരീബിയുടെ അതായത് റിമൂവ് പോവർട്ടി ആണല്ലോ. പക്ഷെ എന്ത് ചെയ്തു, വെരി ലിറ്റിൽ വാസ് ഡൺ ടു റിമൂവ് പോവർട്ടി, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പിന്നീട് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് കുറച്ച് കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ എന്ന ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ ഡിഡ് നോട്ട് ഇംപ്രൂവ് മച്ച് ആഫ്റ്റർ 1971-1972. അതായത് രാജ്യത്തെ സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള രംഗങ്ങളിൽ ഒരു ആശാപൂർണവുമായ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റങ്ങളൊന്നും 1971-72 കാലഘട്ടങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടില്ല. Indian economy had to bear additional burden of 8 million refugees from East Pakistan. ഈ ഒരു സമയത്ത് ഈ സാമ്പത്തികമായിട്ട് ഒരു അരക്ഷിതാവസ്ഥയിലുള്ള കാലഘട്ടത്തിലാണ് എന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് 8 മില്യൺ റെഫ്യൂജീസ്, അഭയാർത്ഥികൾ എവിടെ നിന്ന് വന്നത്, ഫ്രം ഈസ്റ്റ് പാകിസ്ഥാൻ. നമുക്കറിയാലോ അല്ലേ, ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാൻ ആ ഒരു യുദ്ധം നടന്ന, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടന്ന സമയത്ത് അവിടെ നിന്ന് അഭയാർത്ഥികളായിട്ട് 8 മില്യൺ ആളുകൾ വന്നു എങ്ങോട്ട്, ഇന്ത്യയിലേക്ക്. ഇതും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മോശമാകാൻ കാരണമായി. ദിസ് വാസ് ഫോളോഡ് ബൈ വാർ വിത്ത് പാകിസ്ഥാൻ. അപ്പോൾ എന്ത് ചെയ്തു, ഈ സമയം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തുണ്ടായിട്ടുണ്ട്, യുദ്ധവും ഉണ്ടായിട്ടുണ്ട്. The US government stopped all aid to India following the war. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് US ആരുടെ ഭാഗത്തായിരുന്നു, പാകിസ്ഥാൻ്റെ ഭാഗത്തായിരുന്നു. സോ എന്ത് ചെയ്തു, ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം ഉണ്ടായ സമയത്ത് US ഗവൺമെൻറ് സ്റ്റോപ്പ് ഓൾ ദ എയ്ഡ് ടു ഇന്ത്യ. ഇന്ത്യക്ക് നൽകിയിരുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങളും എന്ത് ചെയ്തു, നിർത്തലാക്കി. അതും ഇന്ത്യയെ സാമ്പത്തികമായി വളരെ പിന്നോട്ടടിക്കുന്നതിലേക്ക് നയിച്ചു. ഓയിൽ പ്രൈസസ് സ്കൈ റോക്കറ്റഡ് ആൻഡ് ഇൻഫ്ലേഷൻ വാസ് ഔട്ട് ഓഫ് കൺട്രോൾ. അതായത് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ പ്രൈസ്, എണ്ണയുടെ വില വളരെയധികം എന്ത് ചെയ്തു, വർദ്ധിച്ചു. രാജ്യത്ത് നാണയപ്പെരുപ്പമൊക്കെ കൂടി. അങ്ങനെ പീപ്പിൾ സഫേർഡ്
ഇൻഡസ്ക്രിഡിബിൾ ഹാർഡ്ഷിപ്പ്, അതായത് ജനങ്ങൾക്ക് എന്ത് ചെയ്ത് വളരെയധികം അസഹ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥ തന്നെയായിരുന്നു എന്ത് ആ സമയത്ത് രാജ്യത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അത് പറയുന്ന വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആസ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഡിക്ലൈൻഡ് ദ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്, അതായത് ആ സമയത്ത് എന്ത് ചെയ്തു രാജ്യത്തെ വ്യാവസായിക മേഖല എന്ത് ചെയ്തു വളരെ തകരാറിലായിരുന്നു. സ്വാഭാവികമായിട്ടും തൊഴിലില്ലായ്മ എന്ത് ചെയ്തു വർദ്ധിച്ചു. ദ കട്ട് ഡൗൺ എക്സ്പെൻഡിച്ചർ ദ ഗവൺമെൻറ് ഫ്രോസ് സാലറീസ് ആഡിങ് ഇൻസൾട്ട് ഇൻ ഇഞ്ചറി ടു ദ ഗവൺമെൻറ് എംപ്ലോയീസ്. അപ്പം എന്ത് ചെയ്തു ഗവൺമെൻറ് എന്ത് ചെയ്തു സാലറിയൊക്കെ വെട്ടിക്കുറച്ചു. അപ്പം ഇതൊക്കെ തൊഴിലാളികൾക്ക് വളരെ ആഘാതമായി. രാജ്യത്ത് വളരെയധികം ഒരു അരക്ഷിതാവസ്ഥയും ഒരു അസന്തുലിതാവസ്ഥയൊക്കെ സൃഷ്ടിക്കുന്നതിലേക്ക് ഇത് നയിച്ചു. The monsoon failure during 1972-1973 period led to a sharp decline in agricultural production and food shortage became acute. അതുപോലെ തന്നെ ഇതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് 1972-73 കാലഘട്ടത്തിൽ അതായത് മൺസൂൺ മഴയുടെ ഒരു കുറവ് കൊണ്ട് രാജ്യത്തെ കാർഷിക മേഖല എന്തായിരുന്നു വളരെയധികം ഒരു മുരടിപ്പ് സംഭവിച്ചൊരു കാലഘട്ടമായിരുന്നു. സോ എന്ത് ചെയ്തു ഫുഡ് പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞു. കാർഷിക മേഖല വളരെയധികം അതിൻ്റെ അധോഗതിയിലേക്ക് നീങ്ങിയെന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നത്. കർഷകർക്ക് വരുമാനം കുറഞ്ഞു. രാജ്യത്തെ കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ കുറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ എന്തായിരുന്നു രാജ്യം ഒരു അസന്തുലിതമായിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു. എവരിവെയർ ഇൻ ദ കൺട്രി ദർ വാസ് എ ഡിസ്കംഫേർട്ട് ആൻഡ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ. അല്ലേ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ എവിടെയും എന്താണ് ഒരു ഡിസ്കംഫേർട്ട്, ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. The opposition parties organized protest marches against the government. അതായത് പ്രതിപക്ഷ പാർട്ടികളൊക്കെ എന്ത് ചെയ്തു ഗവൺമെൻറ്റിനെതിരെ സമരമുറകളൊക്കെ സംഘടിപ്പിച്ചു. സ്റ്റുഡൻറ്റ് അൺറസ്റ്റ് ബിക്കേം മോർ പ്രൊനൗൺസ്ഡ്. അതായത് വിദ്യാർത്ഥികളൊക്കെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികളൊക്കെ ഗവൺമെൻറ്റിനെതിരെ എന്ത് ചെയ്തു സമരമുറകളൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ നോക്കിയാൽ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ളൊരു കണ്ടീഷനിലൂടെയാണ് ഇങ്ങനെ കടന്നു പോയിരുന്നത്. ഇതൊക്കെയാണ് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങൾ. പിന്നെ വേറൊന്ന് പറയുന്നത് കറപ്ഷൻ, അതായത് ഓരോ കുറ്റകൃത്യങ്ങൾ. കറപ്ഷൻ ബിക്കെയിം റാമ്പാൻഡ് ഇൻ എവരി സെക്ടർ. അതായത് ഗവൺമെൻറ് മേഖലയിലായാലും മറ്റു മേഖലയിലെ സേവന മേഖലയിലാണെങ്കിലും ഇൻഡസ്ട്രിയൽ മേഖല അഴിമതിയൊക്കെ ഉണ്ടായി. ബോത്ത് ദ ഗവൺമെൻറ് ആൻഡ് ദ പബ്ലിക് ലൈഫ് കറപ്ഷൻ വാസ് ദ ഓർഡർ ഓഫ് ദ ഡേ. അത് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ പൊതുമേഖലയിലൊക്കെ ഈ അഴിമതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു തുറന്ന സമീപനമായിട്ട് മാറി. കാരണം അത് നിയന്ത്രിക്കാനുള്ള ഗവൺമെൻറ് തലങ്ങളിൽ നിന്നുള്ള നടപടികളും ഒന്നും എടുക്കാതെ രാജ്യത്തിൽ മൊത്തത്തിൽ എന്തായി ഒരു ഡിസാറ്റിസ്ഫാക്ഷനായ കണ്ടീഷനായി മാറി. നെക്സ്റ്റ് പൊളിറ്റിക്കൽ ആൻഡ് പോപ്പുലർ പ്രൊട്ടസ്റ്റ്. രാഷ്ട്രീയപരമായിട്ടുള്ള സമരമുറകളൊക്കെ വന്നു ഇതിൻ്റെ ഫലമായിട്ട്. That is the general atmosphere of the discontent among the people led to the non-Congress opposition parties to organize the protest effectively. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അസംതൃപ്തിപരമായിട്ടുള്ള അന്തരീക്ഷം എന്ത് ചെയ്തു കോൺഗ്രസ് ഇതര പാർട്ടികൾ കോൺഗ്രസിനെതിരെ എന്ത് ചെയ്തു സമരമുറകളുമായിട്ട് മുന്നോട്ട് പോവാൻ തുടങ്ങി. സ്റ്റുഡൻസ് അൺറസ്റ്റ് വിച്ച് സ്റ്റാർട്ടഡ് ഇൻ 1960s became more pronounced. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്യാമ്പസുകളിലേക്ക് വിദ്യാർത്ഥികൾ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ തുടങ്ങി. ഇൻ അഡീഷൻ മാർക്സിസ്റ്റ് ഗ്രൂപ്പ് വിച്ച് ഡിഡ് നോട്ട് ബിലീവ് ഇൻ പാർലമെൻ്ററി പൊളിറ്റിക്സ്. മാർക്സിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റിലെ മാർക്സിസ്റ്റ്, ആ ഗ്രൂപ്പ് പാർലമെൻ്ററി സംവിധാനത്തിൽ അവരെന്ത് ചെയ്തിട്ടില്ല, അവർ വിശ്വസിച്ചിരുന്നില്ല. ടേൺ ഇൻ ടു ഇൻസർജൻറ്റ് ടെക്നിക്സ് ടു ഓവർത്രോ ദ ഗവൺമെൻറ്. അവർ എന്തായാലും പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ അധികം വിശ്വസിക്കാത്തൊരു വിഭാഗമായിരുന്നു. അവരെന്താ ചെയ്യാൻ തുടങ്ങിയെന്നറിയോ,
ഈ കലാപങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഗവൺമെൻറ്റിനെ ഒരു പിഴുതെറിയുന്ന അവസ്ഥ, അതല്ല ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നടത്താൻ അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ദ നെക്സലൈറ്റ്സ് ബിക്കേം വെരി പവർഫുൾ ഇൻ വെസ്റ്റ് ബംഗാൾ. അതായത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്, ലെനിൻ്റെ ഗ്രൂപ്പ് മാർക്സിസ്റ്റ് പാർട്ടി, ആൻഡ് നെക്സലൈറ്റ് ഇതിൽ നിന്നുണ്ടായ വേറൊരു ഗ്രൂപ്പാണ് മാർക്സിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസത്തിൽ നിന്നൊക്കെ വഴിത്തിരിഞ്ഞ് വന്ന വേറൊരു ഗ്രൂപ്പാണ് നെക്സലൈറ്റ് ഗ്രൂപ്പ്. നമ്മൾ കേട്ടിട്ട് മാവോവാദികളൊക്കെ ബിക്കെയിം വെരി പവർഫുൾ ഇൻ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലാണ്, പശ്ചിമ ബംഗാളിൽ ഈ രണ്ട് ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ പിടിമുറുക്കാൻ തുടങ്ങി. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ടുക്ക് സ്ട്രിങ്ജൻറ്റ് ആക്ഷൻ ടു സപ്രസ് സച്ച് പ്രൊട്ടസ്റ്റ്. ഗവൺമെൻറ് ചെയ്തു, അതായത് പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് ഇവരൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോയി. അപ്പം മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യയിലെ ഒരു അന്തരീക്ഷം സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്ന് രാജ്യം ഇങ്ങനെ പതിയെ പിറകോട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ മൊത്തത്തിൽ വന്നു. രാജ്യത്ത് കലാപങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ കലാപപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോയി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്ന രൂപത്തിലേക്കൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് അവസാനം എന്തിലേക്ക്, എമർജൻസി ഡിക്ലറേഷനിലേക്ക് നയിച്ചത്, അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത്. അപ്പോൾ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതൊക്കെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഏതൊരു ക്രൈസിസ്, ഏതെങ്കിലും ഒരു പ്രോസസ്സ്, ഏതെങ്കിലും ഒരു പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ കുറച്ച് കാരണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച ഫാക്ടേഴ്സാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഇനി നാം ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെ നെക്സലൈറ്റ്. ആ നെക്സലൈറ്റ് പ്രസ്ഥാനം, മാവോവാദി ഗ്രൂപ്പ്, അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ തുടക്കം എങ്ങനെയാണ്, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, പാർട്ടിയുടെ സ്വഭാവം, അതിനെ പറ്റിയിട്ടൊരു ഷോർട്ടായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അതായത് ദ നെക്സലൈറ്റ് മൂവ്മെൻറ്റ്. The peasants in Darjeeling Hill district of West Bengal attacked the police station in Naxalbari under the leadership of local leaders of CPI Marxists in 1967. അതായത് പെസൻസ് എന്ന് പറഞ്ഞാൽ കർഷകർ, അതായത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലുള്ള സാധാരണക്കാരായ ഈ കർഷകർ എന്ത് ചെയ്തു, ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച്, അത് ഏത് സ്ഥലത്താണ്, നെക്സൽബാരി എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. ആരുടെ സഹായത്തോടെ, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ലോക്കൽ ലീഡേഴ്സ് ഓഫ് CPI മാർക്സിസ്റ്റ്. അതായത് CPIയിലെ മാർക്സിസ്റ്റ് വിഭാഗത്തിൻ്റെ കാറൽ മാർക്സിനായിട്ട് മാർക്സിസ്റ്റ്, അപ്പോൾ മാർക്സിസ്റ്റ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ 1967 പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ ഒരു നെക്സൽബാരി പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്തു, ആക്രമിച്ചു. ഓക്കെ, ഈ നെക്സൽബാരി എന്നുള്ള ആ പേരിൽ നിന്നാണ് നെക്സലൈറ്റ് എന്നുള്ളൊരു ടേം വന്നിട്ടുള്ളത്. അത് നിങ്ങളവിടെ നോക്കണം, മനസ്സിലാക്കണം. ദി പെസൻറ്റ് മൂവ്മെൻറ്റ് സ്പ്രെഡ് ടു സെവറൽ അതർ പാർട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അത് തുടങ്ങി. അപ്പോൾ അത് ആക്രമിക്കാനുള്ളൊക്കെ കാരണങ്ങൾ ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു സമരം ഉണ്ടല്ലോ, അത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കൊക്കെ വ്യാപിക്കാൻ തുടങ്ങി. In 1969 the Marxist-Leninist party broke away from the CPIM and called themselves as CPIML. അതായത് 1969 ആക്രമണത്തിന് ശേഷം കേട്ടോ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി, അതായത് CPIM മാർക്സിസ്റ്റിൽ നിന്ന് ഈ ലെനിനിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ, അത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വേർതിരിഞ്ഞ്, അവർ രണ്ടും കൂടെ ഒരു ഗ്രൂപ്പായിരുന്നു ആദ്യം. അപ്പോൾ ഇതിൽ നിന്ന് CPIM നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ CPIMൽ ആയിരുന്നു ലെനിനിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും. അപ്പോൾ അതിൽ നിന്ന് ഈ CPIM എന്തായി, ഈ ലെനിനിസ്റ്റ് പാർട്ടി ബ്രോക്ക് അവേ ഫ്രം ദ CPIM ആൻഡ് കോൾഡ് ദംസെൽസ് ആസ് CPIML. അതായത് ഇവരിന് ഈ ലെനിനിസ്റ്റ് പാർട്ടി ഇതിൽ നിന്ന് പോയപ്പോൾ അതിൻ്റെ പേര് എന്ത് ചെയ്ത് CPIML. ML എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് ലെനിൻ്റെ പാർട്ടി എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ലെനിൻ്റെ
ആശയങ്ങൾ പിന്തുടരുന്ന പാർട്ടി. അപ്പോൾ CPIML എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടായി. ചാരു മഞ്ജുംദാർ വാസ് ദ ലീഡർ. അപ്പോൾ CPIMLൻ്റെ നേതാവാരാ? ചാരു മഞ്ജുംദാർ. ഇതിങ്ങനെ കാണാൻ പഠിക്കൊന്നും വേണ്ട, പക്ഷെ ഞാൻ അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഇതങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഒന്നുമില്ല. ഇറ്റ് ആർഗ്യൂഡ് ദ ഡെമോക്രസി ഇൻ ഇന്ത്യ വാസ് ഷാം. അപ്പോൾ ഹി അഡ്വക്കേറ്റഡ് അപ്പോൾ അദ്ദേഹം, അതായത് മഞ്ജുംദാർ ഉണ്ടല്ലോ, അദ്ദേഹം എന്താ അഡ്വക്കേറ്റഡ് ഗറില്ല വാർഫെയർ ടു സ്നാച്ച് ദ ലാൻഡ് ഫ്രം ദ റിച്ച് ലാൻഡ് ലോഡേഴ്സ്. അതായത് പണക്കാരായ ഭൂവുടമകളിൽ നിന്ന് ലാൻഡ്, അതായത് ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി ഗറില്ല യുദ്ധമുറകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആര് ആഹ്വാനം ചെയ്തു? ഈ CPIMLൻ്റെ നേതാവായിരുന്ന ചാരു മഞ്ജുംദാർ ആഹ്വാനം ചെയ്തു. ഹി വാണ്ടഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ലാൻഡ് ദസ് ടേക്കൺ ടു പുവർ ലാൻഡ്ലെസ് പെസൻസ്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്താ വെച്ചാൽ, ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, അതായത് പണക്കാരായ കർഷകരിൽ നിന്നും ഭൂവുടമകളിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഈ ഭൂമി പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യുക. യൂസിങ് വയലന്റ് മീൻസ് ടു അച്ചീവ് ദെയർ ഗോൾസ് വാസ് ഓക്കേഡ് ബൈ ദ ലീഡർഷിപ്പ്. അതായത് ഈ അക്രമാസക്തമായ ഈ ഒരു സ്വഭാവത്തിലൂടെ അല്ലെങ്കിൽ ഈ മാർഗത്തിലൂടെ ഭൂമി പിടിച്ചെടുക്കുന്നതിന് ഈ പാർട്ടിയിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ എന്തായിരുന്നു? സമ്മതമായിരുന്നു. അവരുടെ മൗനസമ്മതത്തോടു കൂടിയായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത്. The West Bengal government resorted to preventive detention and other stringent measures to put down the Naxalite movement. അതായത് ഇങ്ങനെ അപ്പോൾ പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് ഈ സമരമുറനൊക്കെ ഭയങ്കര രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിച്ചു. അതായത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനൊക്കെ നടത്തിയിട്ട്, അതായത് കരുതൽ തടങ്കലിലൊക്കെ വെച്ചു നക്സലൈറ്റ് ഈ നേതാക്കന്മാരെ കരുതൽ തടങ്കലിലൊക്കെ വെച്ചിട്ട് ഈ സമരം അടിച്ചമർത്താൻ വേണ്ടി ശ്രമം നടത്തി. ഇറ്റ് കുഡ് ഡു ലിറ്റിൽസ് ടു സ്റ്റോപ്പ് ഫ്രം ദ സ്പ്രെഡിങ് ടു അതർ സ്റ്റേറ്റ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നതിലൊക്കെ ഇത് കുറവ് വരാനൊക്കെ സഹായിച്ചു. ബട്ട് ദ നെക്സലൈറ്റ് മൂവ്മെൻറ്റ് സ്പ്ലിറ്റ് ഇൻ ടു സെവറൽ പാർട്ടീസ് ആൻഡ് ഓർഗനൈസ്. അപ്പം അങ്ങനെ ഈ നെക്സലൈറ്റ് പ്രസ്ഥാനം ഉണ്ടല്ലോ, അതെന്ത് ചെയ്തു? പിന്നെയും വീണ്ടും ചെറിയ പാർട്ടികളൊക്കെ ആയിട്ട് എന്ത് ചെയ്യണേ? വീണ്ടും മാറുകയാണ്. വീണ്ടും ചെറിയ ചെറിയ പാർട്ടികളായിട്ട് വീണ്ടും വിഭജിക്കുകയാണ്. ആദ്യം നക്സലൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ, പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടികൾ ഉണ്ടായി. സം ഓഫ് ദം ലൈക്ക് CPIML റിട്ടേൺ ടു പാർലമെൻ്ററി ഡെമോക്രസി. അതായത് ഈ CPIML അപ്പോൾ അവരെന്ത് ചെയ്തു? ജനാധിപത്യ രീതിയിലേക്കൊക്കെ അവർ മടങ്ങി വന്നു. വൺസ് ദ നക്സൽ മൂവ്മെൻറ്റ് സ്പ്ലിൻറ്റേഡ് ഇറ്റ് ബിഗാൻ ടു ഫങ്ഷൻ ആസ് എ ന്യൂ ഫോം. അപ്പോൾ ഈ നക്സൽ പ്രസ്ഥാനം ഞാൻ പറഞ്ഞില്ല പല ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ച്, അപ്പോൾ അതിൽ നിന്നൊരു പുതിയ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രൂപ്പ് അത് ന്യൂ സെറ്റപ്പ് കോൾഡ് ദംസെൽഫ് മാവോയിസ്റ്റ്. അപ്പോൾ ഈ ഇങ്ങനെ നക്സലൈറ്റ് മൂവ്മെൻറ്റ്, അതായത് നക്സലൈറ്റ് പ്രസ്ഥാനം എന്ത് ചെയ്തു? ചെറിയ ഗ്രൂപ്പുകളായി വിഭജിച്ച് അതിൽ നിന്ന് ഫോം ചെയ്ത ഒരു ന്യൂ സെറ്റപ്പിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ന്യൂ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് മാവോയിസ്റ്റ്. അപ്പം മാവോയിസ്റ്റുകൾ എന്നാണ് അതിനെ പറയുന്നത്. ടുഡേ വി ഹാവ് അറൗണ്ട് 75 ഡിസ്ട്രിക്റ്റ് ഇൻ 9 സ്റ്റേറ്റ് അഫക്റ്റഡ് ബൈ മാവോയിസ്റ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിലായിട്ട് 75 ജില്ലകളിലായിട്ട് ഈ മാവോയിസ്റ്റ് പ്രസ്ഥാനം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ദേ യൂഷ്വലി കൺഫൈൻ ദംസെൽസ് ടു ദോസ് ഏരിയാസ് ഇൻഹാബിറ്റഡ് ബൈ ആദിവാസീസ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ്. അപ്പോൾ അവർ ഈ മാവോയിസ്റ്റുകൾ എവിടെയാണ്, ഏത് സ്ഥലത്താണ് അവർ അവരുടെ ആധിപത്യം സ്ഥാപിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദിവാസികളും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗക്കാരായ ജനങ്ങളും താമസിക്കുന്ന മേഖലകളിലാണ് ഇവർ എന്ത് ചെയ്യുക? വേരുറപ്പിക്കുക. നമുക്കറിയാം നമ്മുടെ മലപ്പുറം ജില്ലയിലെ അതുപോലെ തന്നെ കരുളായി, നിലമ്പൂർ വനങ്ങളിലൊക്കെ മാവോവാദികളുടെ സാന്നിധ്യമൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിലും ഇതുപോലെ മാവോവാദി സാന്നിധ്യമൊക്കെ കണ്ട് മാവോവാദി ഏറ്റുമുട്ടലുകളും തണ്ടർ ബോൾട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ ആദിവാസികളും ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിട്ടുള്ള ജനങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവർ പിടിമുറുക്കുക. അപ്പോൾ ഇതിന് കാരണമുണ്ട്. ദ പുവർ പെസൻസ് ആർ നോട്ട് ഗിവൻ പ്രോപ്പർ വേജസ് ഓർ ബേസിക് റൈറ്റ്സ്. അപ്പോൾ ഇവിടെയുള്ള ഈ
ബാക്ക്വേർഡ് ക്ലാസ്സസും ആദിവാസികളും ഒക്കെ താമസിക്കുന്ന മേഖലകളിലുള്ള ഈ കർഷകർക്കും അല്ലെങ്കിൽ ആദിവാസികൾക്കൊക്കെ എന്ത് ചെയ്ത് അവരുടെ ജോലിക്കനുസരിച്ചുള്ള വേതനങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, നൽകപ്പെടുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ആൻഡ് ദ ഗവൺമെൻറ് ഹാവ് നോട്ട് സക്സീഡഡ് ഇൻ പ്രൊവൈഡിങ് പ്രോപ്പർ സെക്യൂരിറ്റി. അവർക്ക് വേണ്ട സുരക്ഷിതത്വമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നില്ല, അത്രത്തോളം ഒരു വിജയമൊന്നും കരുതുന്നില്ല. കാരണം അവരുടെ സുരക്ഷിതത്വത്തിലൊന്നും ഗവൺമെൻറ് അത്ര ശ്രദ്ധ കൊടുക്കുന്നത് കുറവാണ്. ഷെയർ പ്രൊഡ്യൂസ് ആൻഡ് വേജസ്, ഫോഴ്സ്ഡ് ലേബർ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് വെരി കോമൺ. അതായത് പണം പലിശക്ക് കടം കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ബ്ലേഡ് മാഫിയ, അവർ എന്താണ് അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിച്ച് ജോലി ചെയ്യുക, കുറഞ്ഞ വേതനത്തിന് നിർബന്ധിച്ച് ജോലി ചെയ്യുക, ഇങ്ങനത്തെയുള്ള ചൂഷണങ്ങളൊക്കെ ഈ ആദിവാസി മേഖലയിലും അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസ് താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സാധാരണമാണ്. അപ്പോൾ ഗവൺമെൻറ് ഇവരുടെ കാര്യത്തിലൊന്നും എന്ത് ചെയ്യുന്നില്ല, അധികം ഇടപെടുന്നുമില്ല. അപ്പോൾ ഇവർ ശരിക്കും എന്താ പറയുക, ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമായിട്ട് മാറി അല്ലേ, മാനസികമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു വിഭാഗമായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു മനുഷ്യന്മാർ താമസിക്കുന്ന അല്ലെങ്കിൽ അധിവസിക്കുന്ന ഈ സ്ഥലത്തേക്കാണ് ഗവൺമെൻറ്റിനെതിരെ ആശയം വെച്ചുകൊണ്ട് ഈ മാവോയിസ്റ്റുകൾ ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാവോയിസ്റ്റുകൾക്ക് ഈ ആദിവാസി മേഖലയിലും ഒക്കെ എന്ത് ചെയ്യും, അവരുടെ സ്വാധീനം അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ പെട്ടെന്ന് കഴിയും. കാരണം ഇവരെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ തിരിയണം, ഗവൺമെൻറ് നിങ്ങളെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഞങ്ങളെ കൂടെ നിന്നാൽ അതൊക്കെ നേടിത്തരാം, അങ്ങനത്തെ രൂപത്തിൽ അതുകൊണ്ട് ഈ മേഖലയിൽ എന്ത് ചെയ്യുന്നു, മാവോയിസ്റ്റുകൾക്ക് നല്ല എന്ത് ചെയ്യുന്നു, ഒരു പെട്ടെന്ന് പിടിമുറുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഈ മേഖലയിൽ മാവോവാദി സാന്നിധ്യം എപ്പോഴും കാണപ്പെടുന്നതും. സച്ച് എ കോണ്ടസ്റ്റ് ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് മാവോയിസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് മാവോയിസ്റ്റുകൾക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായിട്ട് കാണപ്പെടുന്നത്. The strong measures taken by the government to suppress നക്സലിസം have been vehemently criticized by human rights. അപ്പോൾ ഈ നക്സലിസ്റ്റ് അതായത് മാവോവാദികളൊക്കെ അമർച്ച ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പല പദ്ധതികളും പല സൈനിക മുന്നേറ്റങ്ങളൊക്കെ ഇങ്ങനെ നടത്താറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇതൊക്കെ ചില മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് പറഞ്ഞിട്ട് മനുഷ്യാവകാശ പ്രവർത്തകരും മുന്നോട്ട് വരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രോവാസു, അങ്ങനെ അവരൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വയനാട്ടിൽ വൈത്തിരിയിലൊക്കെ മാവോവാദികൾ ആണ് പറഞ്ഞിട്ട് ഒരാളെ വെടിവെച്ച് കൊന്നു. അപ്പോൾ വെറുതെ ഏറ്റുമുട്ടലിലൂടെ വെടിവെച്ചതാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനത്തെ പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ കൊല്ലപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരെ ഏറ്റെടുക്കാൻ അവരുടെ കുടുംബക്കാരും ഒന്നും അങ്ങനത്തെ വരാതിരിക്കുന്ന സമയത്ത് അവരെ കാര്യങ്ങളുമായിട്ട് കേസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് മനുഷ്യാവകാശ പ്രവർത്തകരാണ്. കാരണം അതെന്ത് ചെയ്യുന്നത്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്താണ് ഗവൺമെൻറ് അതിനെ എന്താ പറയുക അടിച്ചമർത്തി എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ വാദിക്കുന്നത്. Thousands of innocent lives have been lost by the activities of both supporters and suppressors of Naxalite in the country. അപ്പം ഇങ്ങനത്തെ ഈ ഏറ്റുമുട്ടലുകളുടെ ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നക്സലേറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നതിലും അതുപോലെ തന്നെ അതിനെ അടിച്ചമർത്തപ്പെടുന്നവരുടെ ഭാഗത്തു നിന്ന്, അതായത് പോലീസുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്നൊക്കെ കുറേ പേർക്ക് ജീവൻ ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. ദ ഗവൺമെൻറ് അതോറിറ്റീസ് ഓൺ വൺ സൈഡ് ആൻഡ് ദ ലീഡേഴ്സ് ഓഫ് നക്സലൈറ്റ് ഓൺ ദ അതർ ആർ ദ റെസ്പോൺസിബിൾ ഫോർ സച്ച് ഹ്യൂമൻ സാക്രിഫൈസ്. അപ്പോൾ ഇതിന് കാരണക്കാരായിട്ട് പറയുന്നത് ഇപ്പോൾ എന്താണ്, ഗവൺമെൻറ് അതോറിറ്റി ഒരു ഭാഗത്തും അതുപോലെ തന്നെ നക്സലൈറ്റിൻ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ മറ്റൊരു ഭാഗത്തും, ഇവർ തമ്മിലുള്ള ഈ ആശയ വ്യത്യാസത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെ രണ്ട് ഭാഗത്തു നിന്നും ഹ്യൂമൻ സാക്രിഫൈസ്, മനുഷ്യൻ ജീവൻ ബലിയർപ്പിക്കേണ്ടി അല്ലെങ്കിൽ മനുഷ്യ ജീവൻ എന്താ പറയുക പൊലിയേണ്ടി വരുന്നത്. കാരണം ഇവർ തമ്മിൽ നല്ല രൂപത്തിൽ ആശയവിനിമയം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും ഒരു പൊരുത്തക്കേടുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ, ഒന്നൊന്നിൻ്റെ ശത്രുവായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് പലപ്പോഴും അവരൊരു അടിച്ചമർത്തുക, അതായത് നക്സലൈറ്റുകളെ അടിച്ചമർത്തൽ, മാവോവാദികളെ അടിച്ചമർത്തുന്നതിലേക്ക് നയിക്കുന്നു. അങ്ങനെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എങ്ങനെയാണ് നക്സൽ മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ പല ആളുകളും അതിനെ യോജിക്കുന്ന ആളുകളുണ്ടാകും, വിയോജിക്കുന്ന ആളുകളും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ആശയം
മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.